ഹലോ കൽപ്പള, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ഹാൻഡ്സാൻഡിന് നമ്മളൊരു വീഡിയോ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഈ വർക്കൗട്ടിനനുസരിച്ച് നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട്, എൻ്റെ റിക്വസ്റ്റാണ്, കൺസിസ്റ്റൻസി ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ഹാൻഡ്സ് ആൻഡ് ട്യൂട്ടോറിയൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 4 പേര് നമ്മൾ വീഡിയോ കണ്ടൊരു സ്കില്ല് പഠിച്ചാൽ അതിൻ്റെ സന്തോഷം നമുക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ യൂട്യൂബിലും റീൽസും അതുപോലെ ട്യൂട്ടോറിയലൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അതിന് പുറമെ നിങ്ങൾക്ക് വേണ്ട ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ലൊരു ഡേറ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അറിയിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ ട്രെയിനിങ് നിലവിൽ ഇപ്പോൾ കുറച്ച് ക്ലയൻസ് ഉണ്ട്, അവർ നിലവിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ പേഴ്സണൽ ട്രെയിനിങ് എന്നുള്ളതിലൊക്കെ ചെയ്യാൻ പറ്റും. പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാനെന്ത് ചെയ്യും, മാക്സിമം നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യും, വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ട്, അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഗൈഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ യൂട്യൂബിലിടുന്ന ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങളെ സപ്പോർട്ടാണ്, ഞാൻ മുമ്പ് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമ്മളെ ഹാൻഡ് പ്ലേസ്മെൻറ്റ്, അതുപോലെ നമ്മളെ ടേക്ക് ഓഫ്, ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ 2 രീതിയിൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 2 കാര്യമാണ് ഞാൻ എന്ത് ചെയ്യണത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ആ 3 വർക്കൗട്ടും ഇതും അതിനോട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി വർക്കൗട്ട് റുട്ടീനിൽ കൊണ്ടുവരണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. നമുക്കുണ്ടായ അനുഭവമാണ്. കാരണം ഒരു ദിവസം കൊണ്ടോ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ നമുക്ക് ഒറ്റയടിക്ക് ഒന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വർക്കൗട്ട് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന ഈ 2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതെന്ത് ചെയ്യണം, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. നീട്ടിക്കൊണ്ടോണില്ല, നമ്മൾ വീഡിയോയിലേക്ക് കിടക്കണം. 2 കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാൻ പറഞ്ഞത്. അതായത് ഹാൻഡ് പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 2 ഷോൾഡർ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷോൾഡറാണ് ശ്രദ്ധിക്കേണ്ടത്. ഓവർ വൈഡും പാടില്ല, എന്നാലും ഓവർ അടുത്തും പാടില്ല. നമ്മൾ ഷോൾഡർ എങ്ങനെയാണ്, എല്ലാവർക്കും വ്യത്യസ്ത ഷോൾഡർ ലെവലാണ്. ആ ഷോൾഡർ ലെവലിൽ കൈ വെച്ചിട്ടതിന് ശേഷം നമ്മൾ കൈ വെച്ചു. അടുത്തത് ശ്രദ്ധിക്കണം വെച്ചാൽ, നമ്മളെ വിരലുകൾ കൊണ്ടുള്ള നമ്മൾ സപ്പോർട്ട്, കയ്യിൻ്റെ ഭാഗങ്ങൾ കൊണ്ടൊരു സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയ്യിൻ്റെ അവിടെ ജസ്റ്റ് ഒരു മടക്കും. എന്നിട്ട് നമ്മളെ വിരലിൻ്റെ അറ്റം കൊണ്ട് കൈകാര്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൺട്രോൾ വരാം. മനസ്സിലായി? അതായത് നമ്മൾ നേരെ നിൽക്കുകയാണ് ഹാൻഡ് സ്റ്റാൻഡ്, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വിരലുകൾ കൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നേരെ റിട്ടേൺ ആ ലെവലിൽ തന്നെ. അതുപോലെ നമ്മൾ ബാക്കോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗം കൊണ്ട് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡ് സ്റ്റാൻഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്യും. ഈ ഹാൻഡ് പ്ലേസ്മെൻറ്റ് മാക്സിമം ശ്രദ്ധിക്കുക. കൈ എപ്പോഴും വെക്കുന്നത് വെച്ചാൽ നേരെ വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്, നേരെ കൈ വെക്കുക. ഓക്കെ, എന്നിട്ട് കൈ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹാൻഡ് പ്ലേസ്മെൻറ്റ് റെഡി ആക്കിയതിന് ശേഷം നമ്മൾ എല്ലാവരും വീട്ടിൽ ചുമരുണ്ടാവല്ലോ. അപ്പോൾ ഈ ചുമരിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടേക്ക് ഓഫ് പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങളും അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു ചെറിയൊരു എക്സസൈസും കൂടി പറഞ്ഞുതരാം, ഇത് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ടേക്ക് ഓഫ് എങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരാം. ടേക്ക് ഓഫ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും ഇപ്പോൾ ഹാൻഡ് പ്ലേസ്മെൻറ്റ് വെച്ചു, കൈ വെച്ചു, ഒരിക്കലും എന്ത് ചെയ്യരുത്, കാലിങ്ങനെ മടക്കിയിട്ട് എടുക്കരുത്. ഈ കാലെറിയുമ്പോൾ ഒരിക്കലും മടക്കിയിട്ട് എറിയരുത്. നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് പോയിൻ്റ് ചെയ്യാം. ടോപ്പ് പോയിൻ്റ് ചെയ്യാം. ഈ കാല് എന്ത് ചെയ്യണം, മാക്സിമം മുകളിലോട്ട് നല്ല പവർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, എറിയണം. അപ്പോൾ ബാക്കിലുള്ള കാലും അതുപോലെ ആ ലെവലിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഒരിക്കലും തല കൊണ്ട് എന്ത് ചെയ്യരുത്, ചുമരിൽ സപ്പോർട്ട് ചെയ്യരുത്.
കൈ ലേശം അടുത്തേക്ക് വെച്ചിട്ട് ഇതാ ബോഡി മുഴുവനും തലണ്ട നമ്മളെ പുറം, അതുപോലെ ചന്തി, നമ്മളെ തലയിലുണ്ട. കൈ കുറച്ച് അടുത്ത് വെക്കുക, നല്ലോണം അടുപ്പിച്ച് വെക്കരുത്, അപ്പം നമുക്ക് നിൽക്കാൻ കഴിയും. കുറച്ച് ബാക്കിട്ട് വെക്കാം. ഓക്കെ, എന്നിട്ട് എന്തിനാ തല ടച്ച് ചെയ്ത് നമ്മളെ ഈ ഭാഗം, തലേൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മളെ പെരടിനോട് കുറച്ച് മുകളിലായിട്ടുള്ള ഭാഗം, ആ ഭാഗമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ചുമരോട് ടച്ച് ചെയ്തിട്ട് നിൽക്കണം. കൈ അടുപ്പിച്ച് വെച്ചു, കാല് ബാക്കിൽ വെച്ചു, ഇറങ്ങി ഉണ്ടാ ഫുൾ ടൈറ്റ്. എൻ്റെ പുറമൊക്കെ ശരിക്ക് തട്ടുണ്ട് ചുമ. വേറൊരു ടേക്ക് ഓഫ് കൂടി, 2 ടേക്ക് ഓഫ് ഞാൻ പറഞ്ഞത്. നമ്മൾ കൈ 20 തന്നെ വെച്ചിട്ട് നമ്മൾ കാലിങ്ങനെ മടക്കി വെക്കാം. മടക്കിയതിന് ശേഷം മുകളിലോട്ട് ജമ്പാണ്. കൈ നല്ല ലെവലിൽ വെച്ചിട്ട് മുകളിലോട്ട് ജമ്പ്. ഇത് മുകളിലോട്ട് ഇങ്ങനെ തള്ളി പിടിക്കണം. മുകളിൽ നിന്ന് നിലത്ത് പുഷ് ചെയ്തിട്ട് നമ്മൾ ഷോൾഡർ മാക്സിമത്തിൽ എന്ത് ചെയ്യണം, ഉയർത്തണം. അപ്പോൾ അതിൻ്റെ പവർ റെഡിയാവും. അപ്പോൾ 2 ടേക്ക് ഓഫ് ഞാൻ പറഞ്ഞു തന്നു. ഇത് മാക്സിമം കീപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാം. ബോഡിയൊക്കെ ഇടാം, ഫുൾ ടച്ച് ചെയ്തിട്ട് ഞാൻ നിൽക്കണം. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഷോൾഡറിൽ സ്ട്രെങ്ത് നല്ലോണം. വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം വെച്ചാൽ ഇതെന്തായാലും നമുക്ക് ഉപകാരപ്പെടും. സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ നമ്മുടെ സംസാരത്തിലും അതുപോലെ ഈ മൈക്കിൻ്റെ ചെറിയ വിഷയത്തിലും ക്യാമറ കൺട്രോളിലൊക്കെ ചെറിയൊരു പരിമിതികളൊക്കെ ഉണ്ടാവും. നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ മാത്രം പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് സ്റ്റാൻഡിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രൂപത്തിൽ കൊണ്ടുപോകണം. കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യണം. നിങ്ങൾ മടി കാണിക്കരുത്. എന്തായാലും നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ അടുത്തൊരു ഘട്ടമാണ്. ഇപ്പോൾ നമ്മളൊരു ഘട്ടം പറഞ്ഞു, നമ്മൾ വർക്കൗട്ടിലേക്ക് കിടക്കാം. മാക്സിമം ഹോൾഡ്, അതുപോലെ സ്ട്രെങ്ത് ഇമ്പ്രൂവ്മെൻറ്റ്, ഇതിൻ്റെ വർക്കൗട്ടുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കണ്ട. അടുത്ത വീഡിയോയുമായി കൊണ്ടുപോകണം. ബൈ.